ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സ്ക്വിഡ് അഥവാ കൂന്തൽ ഗീ റോസ്റ്റാണ്. അതിനുവേണ്ടി 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അത് മുറിച്ച് അതിൻ്റെ അകത്തുള്ള ആ കറുപ്പ് കളറൊക്കെ മാറ്റി കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ഇവിടെ പൊടിച്ചെടുത്തതാണ്. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇനി വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാൻ 1 ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ സമയം മാറ്റി വെക്കാം. ഇനി ഗീ റോസ്റ്റിനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് വറക്കാം. ഇത് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് കടുകാണ്. 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർത്ത ഉടനെ അത് പൊട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ റോ ഫ്ലെയിം ഒന്ന് മാറി കിട്ടണം. അതുവരെ ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവോളയാണ്. ഞാൻ ഒരു മീഡിയം സൈസ് സവോള ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഒരു 10 വെളുത്തുള്ളി അല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ്. ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായി വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മളൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഉള്ളിയുടെ റോ ഫ്ലെയിമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ഇതാ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വിഡ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇതാ ലോ ഫ്ലെയിമിൽ വേവിച്ചതാണ് ഞാനിത്. ഇപ്പോൾ ഇതാ ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇപ്പോൾ ഇനി ഇതുപോലെ നമ്മൾ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിന് അധികം വേവൊന്നുമില്ല. അപ്പം നമ്മളൊരു 10 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താണ്. ഇപ്പോൾ ഇതാ ഇപ്പോൾ ഇതാ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് ഗീ റോസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയോ കറിവേപ്പിലയോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.